ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് അഗസ്റ്റിൻ, വീട്ടുപേര് കാരക്കാട്ട്. ഞാൻ ദീപികാരുണ്യ മിഷണറി സഭാംഗമാണ്. ഞാൻ ഈ ഇടവകയിൽ, അഗളി ഫാത്തിമാത ഇടവകയിൽ ഡീക്കൻ മിനിസ്ട്രിക്കായിട്ട് എത്തിച്ചേർന്നിരിക്കുന്ന ഒരു ഡീക്കനാണ്. ഈ ഇടവകയിലെ നടന്ന പോപ്പുലർ മിഷൻ ധ്യാനത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത്. എൻ്റെ വ്യക്തിപരമായ ഒരു അനുഭവം പറയുകയാണെങ്കിൽ, പോപ്പുലർ മിഷൻ ധ്യാനം എന്നെ സംബന്ധിച്ച് ഏറ്റവും വളരെയധികം അനുഭവവേദ്യമായ ഒരു ധ്യാനം കൂടിയാണ്. അപ്പോൾ ഈ ധ്യാനത്തിൽ ഇടവകയെ മൊത്തമായും നവീകരിക്കാനും അതുപോലെ വളരെ പ്രത്യേകമായിട്ട് യുവജനങ്ങളെ നവീകരിക്കാനും വേണ്ടി നമുക്ക് ഈ ധ്യാന മെത്തേഡ് ഉപയോഗിക്കാൻ പറ്റും എന്ന് എനിക്ക് മനസ്സിലായി. അഗളി ഇടവകയിലെ എല്ലാ യുവജനങ്ങളെയും വളരെ പ്രത്യേകമായിട്ട് ഈ ധ്യാനത്തിലേക്ക് കൂട്ടിക്കൊണ്ട് വരുവാനും അവരെ നവീകരിക്കുവാനുമായിട്ട് നമുക്ക് സാധിച്ചു. അതുപോലെ ഇടവകയിലെ എല്ലാ കുടുംബങ്ങളെയും വിശദീകരിക്കുവാനും ഈ കുടുംബങ്ങളെ ഇടവകയോട് ചേർത്ത് നിർത്തുവാനും ഈ ധ്യാനത്തിന് സാധിച്ചു എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അതുകൊണ്ട് ഈ ധ്യാനം ഏറ്റവും അനുഭവവേദ്യമായ ഒരു ധ്യാനമായി എനിക്ക് മനസ്സിലായി. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. യേശുവിന്റെ പിന്നാലെ അടിവച്ചണിയായി യേശുവിന്റെ പിന്നാലെ പോവുക നാം യേശുവിന്റെ പിന്നാലെ സ്നേഹത്തിന്റെ പതാകയുമേന്തി യേശുവിന്റെ പിന്നാലെ പോവുക നാം യേശുവിന്റെ പിന്നാലെ വിശ്വാസത്തിൻ ദീപവുമേന്തി യേശുവിന്റെ പിന്നാലെ. പോട്ടെ ആശ്രമമാണ് പോപ്പുലർ മിഷൻ ധ്യാനത്തിൻ്റെ സെൻറ്റർ. ഞാൻ അച്ഛനാവുന്ന സമയത്ത് ഒരപ്പനും അമ്മയും അവരുടെ മകനെ പ്രാർത്ഥിക്കാൻ കൊണ്ടുവരും. അവൻ അന്ന് 10ലൊക്കെയാണ് പഠിക്കുന്നത്. അപ്പോൾ ഈ അമ്മ അപ്പനും മകനെ കൊണ്ടുവരും, പ്രാർത്ഥിപ്പിക്കും. അച്ഛന്മാരുടെ അടുത്ത് വന്ന് ഏതെങ്കിലും ഒരു വചനം എഴുതി കൊടുക്കാൻ പറയും, വചനം എഴുതി കൊടുക്കും. അവൻ കുമ്പസാരിക്കും, അവനെ കൊണ്ടുപോയി നിത്യാരാധനയുടെ മുമ്പിലിരുത്തും. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, 1 മാസത്തിൽ 1-2 തവണ ഇവനെ കാണാറുണ്ട്. അവൻ പഠിക്കുന്ന കുട്ടിയായതുകൊണ്ട് എല്ലാ ആഴ്ചയിലും വരാനൊന്നും പറ്റില്ല, എങ്കിലും ഏറ്റവും ചുരുങ്ങിയത് 1 മാസത്തിൽ ഒരിക്കലെങ്കിലും വരും. സോഫ്റ്റ്വെയറിൽ അവൻ ബിരുദം നേടി. അത് കഴിഞ്ഞൊരു കോഴ്സ് പഠിക്കണം. ആ കോഴ്സ് പഠിക്കാൻ വേണ്ടി അവന് 2 ഇടങ്ങളിലാണ് ഇന്ത്യയിലുള്ളത്. ഒന്ന് പൂനെയിലും 2 ബാംഗ്ലൂരും. അപ്പോൾ ഇവന് സീറ്റ് ലഭിക്കുന്നത് ബാംഗ്ലൂരാണ്. അപ്പോൾ 23 വയസ്സ് ഈ ചെറുപ്പക്കാരൻ ബാംഗ്ലൂർക്ക് പോകുന്നു. ബാംഗ്ലൂർക്ക് പോകുമ്പോൾ ഇവൻ ചെല്ലുന്നു. ഇവൻ്റെ കൂടെ 5 നോൺ മലയാളീസാണ്. 2 പേര് മംഗലാപുരത്ത് നിന്ന്, 2 പേര് ചെന്നൈയിൽ നിന്ന്, ഒരാൾ ഗോവയിൽ നിന്ന്. 5 നോൺ മലയാളീസാണ് ഇവൻ്റെ കൂടെ ഉള്ളത്. ഇവനാണൊരു മലയാളിയായിട്ടുള്ളത്. അപ്പോൾ ഇവൻ ക്യാൻറ്റീനിൽ പോയി ഭക്ഷണം കഴിച്ചിട്ട്, ഇപ്പോൾ ഈ ഡോർമെട്രി പോലെയാണ് കിടക്കുന്ന സ്ഥലം, ഡോർമെട്രി പോലെയാണ്. അപ്പോൾ ഈ ചെറുപ്പക്കാരൻ രാത്രി ഭക്ഷണം കഴിച്ച് ഈ മുറിയിൽ ചെല്ലുമ്പോൾ കാണുന്നത് ഈ 5 കൂട്ടുകാർ ലാപ്ടോപ്പ് ഓൺ ചെയ്ത് വെച്ച് മോശം സിനിമ കാണുന്നു, ബിയർ കുപ്പി പൊട്ടിച്ച് ബിയർ കഴിക്കുന്നു. ഇതാണ് ഇവൻ കാണുന്നത്. ഇവൻ കയറി കട്ടിലേക്ക് കിടന്ന് ഇവന്, അപ്പം ഇവർ വന്ന് വിളിച്ചു കൂട്ടുകാർ. ഇവൻ പോയില്ല. 2ാമത്തെ ദിവസം ഇത് തന്നെ സംഭവിക്കുന്നു. അങ്ങനെ ഇത് സ്ഥിരം ഈ റൂമിൽ നടക്കുന്നു. ഇവന് ആ റൂമിൽ പോയി പഠിക്കാനോ പ്രാർത്ഥിക്കാനോ ഒന്നും പറ്റുന്നില്ല. ഇവൻ പലരോടും പറഞ്ഞു, പക്ഷെ കംപ്ലൈൻറ്റ് ചെയ്താൽ ഇവർ ഉപദ്രവിക്കും. അതുകൊണ്ട് ഇവൻ സൂക്ഷിച്ചു. ഇവനോട് പറഞ്ഞു, ഇവൻ മനസ്സിലാക്കി 6 മാസം കഴിഞ്ഞ് ഇനി ഈ ഡോർമെട്രി ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവന് കൊണ്ടുപോയ ബാഗ് പോലും തുറക്കാൻ പറ്റുന്നില്ല, പുസ്തകം ഒന്നും വായിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇവനും അതേ പ്രായമുള്ളൊരു ചെറുപ്പക്കാരനാണ്. അവർ ബിയർ കഴിക്കുന്നു, അവർ ചീത്ത സിനിമ കാണും, ഇവനും അതേ പ്രായമുണ്ട്. ഇവൻ എന്ത് ചെയ്തു? ഇവൻ
ഒരു ദിവസം അമ്മയെ വിളിച്ചു, അമ്മേ ഞാനിനി ഇവിടെ പഠിക്കുന്നില്ല, ഞാൻ തിരിച്ചു വരികയാണ്. അപ്പം അമ്മ പറഞ്ഞു, ഇത്രയും ഫീസ് കൊടുത്ത്, ഇത്രയും പണം കൊടുത്ത്, ഇത്രയും കാത്തിരുന്ന് കിട്ടിയൊരു കോഴ്സല്ലേ മോൻ, അവനെ പഠിക്കുക. അമ്മ കുറേ വചനം പറഞ്ഞു കൊടുത്തു. അമ്മ പറഞ്ഞു കൊടുത്ത കൂട്ടത്തിൽ ഒരു വചനം പറഞ്ഞു കൊടുത്തു. അമ്മ പറഞ്ഞു കൊടുത്ത വചനം ഇതാ, മോനെ, നിന്റെ ഉള്ളിലുള്ളവൻ പുറമെയുള്ളവനേക്കാൾ വലുതാണ്. നിന്റെ ഉള്ളിലുള്ളവൻ പുറമെയുള്ളവനേക്കാൾ വലുതാണ്. അമ്മ പറഞ്ഞു, നിനക്ക് ഈ തിന്മയെ ജയിക്കാനുള്ള ശക്തിയുണ്ട്. കാരണം നീ വചനം വായിച്ചു വളർന്നൊരു മകനാണ്, നീ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചൊരു മകനാണ്, നീ ഇതുവരെയും പരിശുദ്ധാത്മാവിനെ വേദനിപ്പിച്ചിട്ടില്ല, നീ പരിശുദ്ധാത്മാവുള്ളൊരു കുഞ്ഞാണ്. പ്രിയപ്പെട്ടവരെ, ഇവൻ പറയുന്ന കാര്യം ഇതാണ്. ഞാൻ അമ്മയോട് സംസാരിച്ച് ഞാൻ ആ മുറി ചെല്ലുമ്പോൾ മദ്യപിക്കുന്ന കൂട്ടുകാര്, ചീത്ത സിനിമ കൊണ്ട് കാണുന്ന കൂട്ടുകാര്, ഞാൻ എന്ത് ചെയ്തു? അന്ന് എനിക്ക് ആദ്യമായിട്ടൊരു ബലം കിട്ടി, എൻ്റെ ഉള്ളിൽ നിന്നൊരു ബലം വന്നു. ഞാൻ ബാഗ് തുറന്നു, ബെഞ്ചിന് അച്ഛന്മാരുടെ കയ്യിൽ നിന്ന് മേടിച്ചുകൊണ്ട് പോയ ക്രൂസ് രൂപം എടുത്ത് ഞാൻ സ്റ്റഡി ടേബിളിൽ വെച്ചു. ഞാൻ എൻ്റെ കൊന്തയെടുത്തു. എൻ്റെ 5 കൂട്ടുകാർ അപ്പുറത്ത് നിന്ന് ലാപ്ടോപ്പിൽ ചീത്ത സിനിമ കണ്ട് മദ്യപിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഞാൻ മുട്ടുകുത്തി കരുണക്കൊന്തയെല്ലാം തുടങ്ങി. എൻ്റെ ഈ 5 കൂട്ടുകാരുണ്ടല്ലോ, അവര് ബിയർ കുപ്പി പൊട്ടിച്ച് എൻ്റെ തലവഴി ഒഴിച്ചു. പക്ഷേ അന്നാണ് എന്താണ് അഭിഷേകമെന്ന് ഞാൻ മനസ്സിലാക്കിയത്. എൻ്റെ ശരീരത്തിൽ ഒരു കരണ്ട് അടിക്കുന്ന അനുഭവം, എൻ്റെ ശരീരത്തിൽ ഒരു തീ ഇറങ്ങുന്ന അനുഭവം ഞാൻ ആ നിമിഷം അനുഭവിച്ചു. ആ ഹോസ്റ്റൽ മുറിയിൽ ഞാൻ അനുഭവിച്ചു. എന്നിട്ട് ഇവൻ പറയുകയാ, ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. അന്ന് വൈകുന്നേരം തൊട്ട് 23 വയസ്സുള്ള ഈ ചെറുപ്പക്കാരൻ എന്ത് ചെയ്യുന്നറിയാവോ? അവൻ രാത്രിയിലെ ഭക്ഷണം ഒഴിവാക്കി. എന്നിട്ട് ഈ കൂട്ടുകാർ വരുന്നതിന് മുമ്പ് അവൻ ആ റൂമിൽ വന്ന് അവൻ കൊന്തയെടുത്ത് കുരിശിന്റെ മുമ്പിൽ നിന്ന് കരുണക്കൊന്തയെല്ലാം തുടങ്ങി. അങ്ങനെ 8 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു അത്ഭുതം നടന്നു. ഈ 5 കൂട്ടുകാര് ആ മുറിയിൽ വെച്ച് ചീത്ത സിനിമ കാണാതെയായി, ആ മദ്യം കഴിക്കാതെയായി. പ്രിയപ്പെട്ടവരെ, 4 മാസം കഴിയുന്നു. 4 മാസം കഴിയുമ്പോൾ ഇവൻ 15 ദിവസത്തെ അവധിക്ക് ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിൽ ഇവൻ ട്രെയിൻ ഇറങ്ങുമ്പോൾ ഈ 5 കൂട്ടുകാർ ഇവനോടുകൂടെ ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങുന്നു. ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ വെച്ച് നടത്തിയ പവർ റിട്രീറ്റിൽ ഈ 5 കൂട്ടുകാർ ഇവനോടൊപ്പം പങ്കെടുക്കുന്നു. ആ പവർ റിട്രീറ്റിൽ വെച്ച്, ഇന്റർനാഷണൽ പവർ റിട്രീറ്റിൽ വെച്ച് ഈ 5 മക്കളുടെ മേൽ പരിശുദ്ധാത്മാവ് വരുന്നു. ഇന്ന് അവർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈശോയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നു, അവർ ജോലി ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. തീർന്നില്ല. ഞാൻ ഈ പറഞ്ഞ ചെറുപ്പക്കാരൻ ഇന്ത്യയുടെ ഏറ്റവും വലിയ അന്വേഷണ ഏജൻസി, നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ സൈബർ സെല്ലിനെ ഇന്ന് കൺട്രോൾ ചെയ്യുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇന്ന് അവൻ നാട്ടിൽ വരുമ്പോൾ പ്രിയപ്പെട്ടവരെ, അവന് പോലീസ് സെക്യൂരിറ്റി ഉണ്ട് അവൻ നിൽക്കുന്നിടത്ത്. കാരണം ഇന്ന് അവന്റെ സുരക്ഷ എന്നത് ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ സുരക്ഷയാണ്. ഒരു കാര്യം ഓർക്കുക, അവന് ആ കൂട്ടുകാരോടൊപ്പം തിന്മ ചെയ്യാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. അവൻ അതേ വികാരം ഉണ്ടായിരുന്നു. അവനൊരു ചീത്ത സിനിമ കാണാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അവന് മദ്യപിക്കാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അതെല്ലാം അവനിലുണ്ടായിരുന്നു. പക്ഷേ അവൻ ജഡത്താൽ ജനിച്ചവനല്ല, അവൻ പരിശുദ്ധാത്മാവിനാൽ ജനിച്ചവനാണ്. അതാണ് ഈശോ പറഞ്ഞത്, നിങ്ങൾ വീണ്ടും ജനിക്കണം. എനിക്കൊരു കാര്യം ഉറപ്പാണ്, ഈ പോപ്പിൾ മിഷൻ ധ്യാനത്തിലൂടെ ഈ ഇടവകയിൽ ഓരോ കുഞ്ഞും വീണ്ടും ജനിച്ചിട്ടുണ്ട്. നമുക്ക് ഈ ശക്തി നമ്മുടെ ഉള്ളിലുണ്ട്. തിന്മയെ അതിജീവിക്കുവാനുള്ള ശക്തി നമ്മുടെ ജീവിതത്തിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. വലതുകരം ഉയർത്തി, സ്വരം ഉയർത്തി, ഹല്ലേലൂയ. മൂന്നാമത്തെ കാര്യം ഇതാണ്. നമ്മൾ 1 സാമുവേലിന്റെ പുസ്തകം 16-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കും. 1 സാമുവേൽ 16:13 എന്താ വായിക്കുന്നത്? ഇതാ, കർത്താവിന്റെ ആത്മാവ് ദാവീദിന്റെ മേൽ വന്നു. കർത്താവിന്റെ ആത്മാവ് ദാവീദിന്റെ മേൽ വന്നപ്പോൾ ഒരു കാര്യം സംഭവിച്ചു. കർത്താവിന്റെ ആത്മാവ് സാവൂളിനെ വിട്ടുപോയി. ഇത് നമ്മൾ ഓർക്കണം. കർത്താവിന്റെ ആത്മാവ് സാവൂളിനെ വിട്ടുപോയി. അപ്പൊ എന്ത് സംഭവിച്ചു? 23-ാമത്തെ വചനം, ഒരു ദുരാത്മാവ് സാവൂളിൽ വന്നു. ഇനി ശ്രദ്ധിക്കണം കേട്ടോ, ഇതാണ് ശ്രദ്ധിക്കേണ്ട വചനം. പോപ്പിൾ മിഷൻ ധ്യാനം കൂടുന്ന കുടുംബം ശ്രദ്ധിക്കേണ്ട വചനം ഇതാ. ഒരു പക്ഷേ ഈ ധ്യാനത്തിൽ ഉള്ളു തകർന്നിരിക്കുന്ന ഒരു വ്യക്തിയുണ്ട്, ഉണ്ടാകാം. എൻ്റെ ഭർത്താവ് ഈ ധ്യാനമൊന്നും കൂടിയില്ലല്ലോ, എൻ്റെ മകൻ ഈ ധ്യാനമൊന്നും കൂടിയില്ലല്ലോ, അവനിതൊന്ന് കൂടിയിരുന്നുവെങ്കിൽ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അവർക്ക് ഞാനൊരു ഉത്തരം പറഞ്ഞു തരാം. പ്രിയപ്പെട്ടവരെ, ദാവീദിൽ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ ഒരു ദുരാത്മാവ് ആരിൽ വന്നു? ഒരു ദുരാത്മാവ് സാവൂളിൽ വന്നു. അപ്പൊ സാവൂളിൽ ദുരാത്മാവ് വന്നപ്പോൾ എന്ത് സംഭവിച്ചെന്നറിയാവോ? ശ്രദ്ധിക്കുക. സാവൂളിൽ ദുരാത്മാവ് വന്നപ്പോൾ, ഇതാണ് നമ്മൾ മനസ്സിലാക്കാതെ പോകുന്ന കാര്യം. ഓർത്തേ ചേച്ചി, ചെന്നിട്ട് പറയാൻ പോണെന്നറിയാവോ? എൻ്റെ അച്ഛ നല്ലൊന്നാം തരം ധ്യാനം കൂടിയിട്ട് വന്നതാ, ആ മനുഷ്യൻ എൻ്റെ കൃപ മുഴുവനും കളഞ്ഞു, ആ അയൽപ്പക്കക്കാരൻ എൻ്റെ കൃപ മുഴുവനും കളഞ്ഞു. അച്ചോ, അവർ കാരണം അങ്ങനെ പറയരുത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ധ്യാനിക്കേണ്ടതാണ് ഈ പറയുന്ന ദാവീദിനെ.
സാവൂളില് ദുരാത്മാവ് വന്നു. ദാവീദ് എന്ത് ചെയ്തു? ദാവീദ് ഗിത്താർ എടുത്തു, കിന്നരമെടുത്തു, ദാവീദ് ദൈവത്തെ സ്തുതിച്ചു. ഒറ്റ കാര്യമുള്ളൂ, ദുരാത്മാവ് ഇനിയും വരും നമ്മുടെ അടുത്ത് നിൽക്കുന്നവരുടെ ജീവിതത്തിൽ. നമ്മുടെ അടുത്ത് നിൽക്കുന്നവരുടെ ജീവിതത്തിൽ ദുരാത്മാവ് വരും. പക്ഷെ നമ്മൾ ഇനി പ്രവർത്തിക്കേണ്ടത് ആത്മാവിനാലാണ്, നമ്മൾ ജഡത്താലല്ല. ജഡത്തിന്റെ ഫലം എന്താ? കോപം, ദേഷ്യം, വിരോധം. ഇതാണ് ജഡത്തിൻ്റെത്. എന്ന് വെച്ചാൽ എൻ്റെ ഭർത്താവ് മദ്യപിച്ചു വരുമ്പോൾ എനിക്ക് ദേഷ്യം തോന്നുന്നു, ഞാൻ മിണ്ടുന്നില്ല, ഞാൻ മുഖം വീർപ്പിക്കുന്നു, എങ്കിൽ ഞാൻ നയിക്കപ്പെടുന്നത് ജഡത്താലാണ്. ഇനി നമ്മൾ നയിക്കപ്പെടുന്നത് ജഡത്താലല്ല, ഞാൻ ആത്മാവിനാൽ നയിക്കപ്പെടണം. ആത്മാവിന്റെ ഫലം എന്താ? സ്നേഹം. ഞാൻ സ്നേഹം കൊടുക്കുന്ന വ്യക്തിയാകണം. ഇപ്പൊ ചോദ്യം മാറണം. നമ്മുടെ ചോദ്യ പ്രശ്നം. നമ്മുടെ ചോദ്യം എന്താ? ഒരു ചേട്ടത്തി എന്നോട് ചോദിച്ചു, അച്ചോ എന്താ അച്ഛാ എൻ്റെ ഭർത്താവ് മദ്യപിക്കുന്നത്, എന്താ അച്ഛാ അദ്ദേഹം നന്നാകാത്തത്? ഈ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചിക്ക് മനസ്സമാധാനം ഉണ്ടാകണമെങ്കിൽ ഉത്തരം കിട്ടുന്ന ചോദ്യം ചോദിക്കണം. വെറുതെ ഉത്തരം കിട്ടാത്ത ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കരുത്. എൻ്റെ ഭർത്താവ് എന്തുകൊണ്ട് മദ്യപിക്കുന്നു? വല്ല ഉത്തരവും കിട്ടുമോ? ഒരു ഉത്തരവും കിട്ടിയല്ല. അതെന്നാ ഉത്തരം കിട്ടുന്ന ചോദ്യം? ഉത്തരം കിട്ടുന്ന ചോദ്യമുണ്ട്. എനിക്ക് എങ്ങനെ സ്നേഹിക്കാൻ പറ്റും? എനിക്ക് എങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റും? ഉത്തരം കിട്ടുന്ന ചോദ്യം ചോദിക്കുക. വെറുതെ ഉത്തരം കിട്ടാത്ത ചോദ്യം ചോദിച്ച് സങ്കടപ്പെടരുത്. നമ്മൾ ഉത്തരം കിട്ടുന്ന ചോദ്യം അല്ലേ, മക്കൾക്ക് ഉത്തരം കിട്ടുന്ന ചോദ്യമല്ലേ എളുപ്പം അല്ലേ? പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഉത്തരം കിട്ടാത്ത ചോദ്യം കിട്ടണേ എന്ന് പ്രാർത്ഥിക്കുമോ? എല്ലാ ചോദ്യവും എനിക്കറിയാവുന്ന ഉത്തരം അറിയാവുന്ന ചോദ്യങ്ങളെല്ലാം വരണം, ഇതല്ലേ പ്രാർത്ഥിക്കുന്നത്? അപ്പൊ ഇനി നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഉത്തരം കിട്ടുന്ന ചോദ്യം ചോദിക്കണം. എനിക്കെങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റും? എനിക്കെങ്ങനെ സ്നേഹം കൊടുക്കാൻ പറ്റും? എനിക്കെങ്ങനെ നന്മ കൊടുക്കാൻ പറ്റും? എനിക്കെങ്ങനെ സ്നേഹിക്കാൻ പറ്റും? ഈ ചോദ്യം ചോദിച്ചാൽ മതി, പ്രശ്നം തീർന്നു. ഈ ചോദ്യം ചോദിച്ചാൽ പ്രശ്നം തീർന്നു. ഞാൻ ആത്മാവിനാൽ ജനിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറുമ്പോൾ, ഇത്രയും നാൾ എന്താണ്? ഭർത്താവ് മദ്യപിച്ചു വരുന്നു, ഉടനെ ഞാൻ മുഖം വീർപ്പിച്ചു, ഞാൻ തിരിഞ്ഞു കിടന്നു, ഞാൻ ദേഷ്യപ്പെട്ടു, ഞാൻ 2 ചട്ടി താഴ്ത്തിട്ടു, ഞാൻ 2 പാത്രം വലിച്ചെറിഞ്ഞു. അത് ജഡത്തിൻ്റെ പ്രവൃത്തികൾ. ഇനി ഞാൻ ആത്മാവിൻ്റെ പ്രവൃത്തിയിലേക്ക് വളരുക. ഞാനൊരു ദിവസം ഈ പനക്കിലച്ഛനും ഞാനും കൂടി ഇങ്ങനെ വർത്തമാനം പറയുക. ഉടനെ അച്ഛൻ അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് ഒരു മനുഷ്യൻ കയറി വന്നു. എന്നിട്ട് അച്ഛനോട് ഈ മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, അച്ഛാ 70 കോടി രൂപയുടെ കടമുണ്ട്. അച്ഛൻ പറഞ്ഞു പ്രാർത്ഥിക്കാം. കുറേ നേരം പ്രാർത്ഥിച്ചു. അച്ഛാ ഞാൻ എന്ത് ചെയ്യണം? അച്ഛൻ പറഞ്ഞു, ചേട്ടൻ സ്നേഹം കൊടുക്കാൻ തുടങ്ങ്, ഭാര്യയ്ക്ക് സ്നേഹം കൊടുക്കാൻ തുടങ്ങ്. ഈ ചേട്ടനൊന്നും മനസ്സിലായില്ല, എനിക്ക് അത്ര പോലും മനസ്സിലായില്ല. ചേട്ടൻ പോയി ധ്യാനം കൂട്. അപ്പം ഞാൻ അച്ഛനോട് പറഞ്ഞു, ആ ചേട്ടൻ പോയി കഴിഞ്ഞപ്പോൾ ആ ചേട്ടനൊന്നും ഒരു സമാധാനവും ഇല്ല. അച്ഛൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സ്നേഹം കൊടുക്ക്. ഞാൻ അച്ഛനോട് ചോദിച്ചു, അച്ഛൻ എന്തായി പറയുന്നത്? സ്നേഹം കൊടുക്കാൻ 70 കോടി രൂപയുടെ കടമായിട്ട് വന്നപ്പോൾ സ്നേഹം കൊടുക്കാൻ. അയാൾ ആ റിയൽ എസ്റ്റേറ്റിൽ പണമിറക്കി മൊത്തം തകർന്ന് നിൽക്കുക. 10-12 ഫ്ലോട്ട് വിൽക്കാനുണ്ട്. അത് വിൽക്കാനുള്ള എന്തെങ്കിലും വഴിയൊക്കെ പറഞ്ഞു കൊടുക്കാതെ സ്നേഹം കൊടുക്ക്. എടാ, സ്നേഹം എന്നത് ദൈവമാണ്. നമ്മൾ സ്നേഹം കൊടുക്കാൻ തുടങ്ങിയാൽ മതി, അവിടെ ദൈവത്തിൻ്റെ പ്രവർത്തനം ഉണ്ടാകും. എനിക്കൊന്നും മനസ്സിലായില്ല. ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ മുറിയിലേക്ക് അച്ഛൻ വിളിച്ചു, എടാ നീ ഇങ്ങ് വന്നേ. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഈ 2 മാസം മുമ്പ് കണ്ട ചേട്ടനും ചേച്ചി ഇരിക്കുക. അപ്പോൾ ഈ ചേച്ചി അച്ഛനോട് പറയുക, എൻ്റെ അച്ഛാ, അന്ന് ഇവിടെ നിന്ന് ധ്യാനം കഴിഞ്ഞ് അച്ഛനെ കണ്ടിട്ട് വന്നില്ലേ, അന്നാണ് അച്ഛാ എൻ്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കുന്നു എന്നെനിക്ക് തോന്നിയത്. എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, എടി നമ്മൾ ഇത്രയും പണമൊക്കെ ലോൺ എടുത്തു, നമ്മൾ ഇത്രയും പണമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ റിയൽ എസ്റ്റേറ്റിൽ മുടക്കി, ഒന്നും ശരിയായിട്ടില്ല, ഇങ്ങനെ ബ്ലോക്കായി കിടക്കുകയാണ്. അച്ഛാ, ആദ്യമായിട്ടാണ് എൻ്റെ ഭർത്താവ് എന്നോടൊരു പ്രശ്നം പറയുന്നത്. അന്ന് തുടങ്ങി ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്നിട്ട് ഈ മനുഷ്യൻ പറയുക, എൻ്റെ അച്ഛാ ഇപ്പോൾ 14 കോടിയേ ഉള്ളൂ, ബാക്കി എല്ലാ സ്ഥലങ്ങളും വിറ്റുപോയി, ഇനി എനിക്കിപ്പോൾ കുഴപ്പമില്ല. ഞാൻ ഞെട്ടിത്തരിച്ചോടെ ഇരിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മൾ എങ്ങനെയാണ് നയിക്കപ്പെടുന്നത്? അതാണ്, നമ്മൾ ആത്മാവിനാൽ നയിക്കപ്പെടുന്നുവെങ്കിൽ നമ്മൾ ഇനി സ്നേഹം കൊടുക്കാൻ എനിക്ക് എങ്ങനെ സാധിക്കും? എനിക്കെങ്ങനെ ക്ഷമ കൊടുക്കാൻ സാധിക്കും? എനിക്കെങ്ങനെ സമാധാനം കൊടുക്കാൻ സാധിക്കും? ഇതാണ്, എനിക്കെങ്ങനെ യേശുവിനെ കൊടുക്കാൻ സാധിക്കും? ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഈ ധ്യാനത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത് എനിക്കെങ്ങനെ. അപ്പോൾ പരിശുദ്ധാത്മാവുള്ള വ്യക്തി അതാണ് ചെയ്യേണ്ടത്. ഞാൻ യേശുവിനെ കൊടുക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറുക, ഞാൻ യേശുവിനെ നൽകുന്ന ഒരു വ്യക്തിയായിട്ട് മാറുക, ഞാൻ യേശുവിനെ കൊടുക്കുന്ന ഒരു മകനായിട്ട് മകളായിട്ട് മാറുക. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. നമുക്കറിയാം, പഴയ നിയമത്തിൽ ജോസഫിൽ പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു. നിങ്ങൾ വായിക്കേണ്ട വചനം ഉൽപ്പത്തി പുസ്തകം 41:38. ദൈവത്തിന്റെ ആത്മാവുള്ള ഇവനെ പോലെ ആരുണ്ട്?
അപ്പോൾ ഈ ദൈവത്തിൻ്റെ ആത്മാവുള്ള വ്യക്തി എന്താ പറയുന്നതെന്ന് അറിയാവോ? ജോസഫിനെ ജ്യേഷ്ഠന്മാർ വിറ്റു, നശിപ്പിക്കാൻ നോക്കി, നശിച്ചില്ല. പൊത്തിഫർ ജയിലിലാക്കി. ജോസഫ് എന്താ പറഞ്ഞത്? നിങ്ങൾ എന്നെ വിറ്റത് ദൈവമാണ്. പരിശുദ്ധാത്മാവുള്ള വ്യക്തി എല്ലാ കാര്യങ്ങളും ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കും. പരിശുദ്ധാത്മാവുള്ള വ്യക്തി എന്ത് പറയും? ആ വ്യക്തിക്ക് പറയാനൊരു വചനമുണ്ട്, നിങ്ങൾ എനിക്ക് തിന്മ ചെയ്തു, ദൈവം അതെല്ലാം നന്മയാക്കി മാറ്റി. ഇത് പരിശുദ്ധാത്മാവുള്ള വ്യക്തിക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ്. നിങ്ങൾ എനിക്ക് തിന്മ ചെയ്തു, നിങ്ങൾ എനിക്ക് മോശമായ കാര്യം ചെയ്തു, അതെല്ലാം ദൈവം നന്മയാക്കി മാറ്റി. പ്രിയപ്പെട്ടവരെ, എന്തിനാ ഞാനിത് പറഞ്ഞത്? നമ്മളിനി നയിക്കപ്പെടേണ്ടത് പരിശുദ്ധാത്മാവിനാണ്. നമ്മുടെ കുടുംബം പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടണം. നമ്മുടെ കുടുംബത്തിൽ ഞാൻ ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി, പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ, സ്നേഹം, സന്തോഷം, സമാധാനം, ആനന്ദം എങ്ങനെ പരിശുദ്ധാത്മാവിനെ കൊടുക്കാൻ പറ്റും, എങ്ങനെ എനിക്ക് യേശുവിനെ കൊടുക്കാൻ പറ്റും. ഇത് മാത്രം ചിന്തിക്കുക, ഇത് മാത്രം നിങ്ങൾ ചിന്തിക്കുക. ഇത് ഞാൻ പറയുമ്പോൾ ഒരു അനുഭവം, പോപ്പുലേഷൻ ധ്യാനത്തിൻ്റെ ഒരു അനുഭവം പറഞ്ഞുകൊണ്ട് നമ്മൾ ആരാധനയിലേക്ക് പ്രവേശിക്കുക. കൊച്ചി രൂപതയിൽ പോപ്പുലേഷൻ ധ്യാനം നടക്കുകയാണ്. പോപ്പുലേഷൻ ധ്യാനം നടക്കുന്നത് 3 സെൻറ്ററുകളിലാണ്. അപ്പം ഞാൻ പള്ളി സെൻറ്ററിലാണ്. അപ്പോൾ പള്ളി സെൻറ്ററിൽ ധ്യാനം കഴിഞ്ഞു, കരിയിൽ പിതാവ് വന്ന് സമാപന സന്ദേശം നൽകി, ആരാധന കഴിഞ്ഞു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഒരു സഹോദരി, ഒരു ചേച്ചി എൻ്റെ അടുത്ത് വന്നു. അച്ഛാ, ഞാനൊരു ടീച്ചറാണ്. അച്ഛാ, എനിക്കൊരു സങ്കടമുണ്ട്. ഈ ഇടവകയിലെ എണ്ണം പറഞ്ഞ കുടിയന്മാർ പോലും ഈ ധ്യാനത്തിന് വന്നു, എൻ്റെ ഭർത്താവ് മാത്രം വന്നില്ല. അച്ഛനറിയാം, 9 ദിവസം ഉപവാസം എടുത്താ ഞാൻ ഈ ധ്യാനത്തിന് എൻ്റെ ഭർത്താവ് വരാൻ വേണ്ടി പ്രാർത്ഥിച്ചത്. അച്ഛാ വന്നില്ല, എൻ്റെ ഭർത്താവ് മാത്രം വന്നില്ല. ഞാൻ പറഞ്ഞു, ചേച്ചിയുടെ വീട് എവിടെയാ? ആ ചേച്ചി പള്ളിയുടെ മുറ്റത്ത് നിന്ന് ചൂണ്ടിക്കാണിക്കുക, ദാ കാണുന്ന അച്ഛാ വീട്. എന്നിട്ട് എൻ്റെ ഭർത്താവ് വന്നില്ല. ഞാൻ ചോദിച്ചു, മദ്യപിക്കുവോ? മദ്യപാനം ഒന്നുമില്ല അച്ഛാ, കുടുംബം നോക്കും. പക്ഷേ കുട്ടികളുടെ ആദ്യ കുർബാനയ്ക്ക് പോലും കയറിയിട്ടില്ല. 2 കുട്ടികളാണ്, മൂത്തതിൻ്റെ ആദ്യ കുർബാനയ്ക്ക് പോലും വന്നില്ല. ഇളയത് ഇന്ന ക്ലാസ്സിൽ പഠിക്കുന്നു. അച്ഛാ, ഇനി അച്ഛൻ പറ, ഞാൻ എങ്ങനെയാ അച്ഛാ എൻ്റെ ഭർത്താവിനെ സ്നേഹിക്കേണ്ടത്? എങ്ങനെയാണ് ഞാൻ എൻ്റെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്? ഞാൻ ഒരു നിമിഷം നിശബ്ദമായി. എനിക്കൊന്നും പറയാനുണ്ടായില്ല. ഞാൻ ഇങ്ങനെ ചോദിച്ചു, ചേച്ചി എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകുമോ? അപ്പോൾ ഈ ചേച്ചി പറഞ്ഞ ഉത്തരം, 4:30 എഴുന്നേൽക്കുക വെച്ചാൽ മക്കൾക്കും എനിക്കും ചേട്ടനും ഭക്ഷണം ഉണ്ടാക്കിയിട്ട് 6:30 കുർബാനയ്ക്ക് പോകും, എന്നിട്ടേ ഞാൻ ജോലിക്ക് പോകൂ. അപ്പം ഞാൻ ചോദിച്ചു, ചേച്ചി കുർബാന സ്വീകരിക്കുമോ? എൻ്റെ അച്ഛാ, എനിക്ക് കുർബാന സ്വീകരിച്ചില്ലെങ്കിൽ പിന്നെ ജീവിതമില്ല. അപ്പം ഞാൻ പറഞ്ഞു, ചേച്ചിയും ചേട്ടനും നിങ്ങൾ തമ്മിൽ ദാമ്പത്യ ബന്ധം എങ്ങനെയാണ്? അച്ഛോ, അതിനൊന്നും ഒരു കുഴപ്പമില്ല. അപ്പം ഞാൻ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി, ഇതുവരെയും 10-14 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെയും പള്ളിയിൽ പോകാത്ത ഭർത്താവ് കിടക്കുന്നത് ആരുടെ കൂടെയാ? ചേച്ചിയുടെ കൂടെ. ചേച്ചിയുടെ ശരീരത്തിൽ ആരാ വന്നിരിക്കുന്നത്? യേശു. ചേച്ചി ഒരു കാര്യം ചെയ്യ്, ചേച്ചി ഇനി ഇങ്ങനെ പ്രാർത്ഥിക്കുക, എൻ്റെ ഉള്ളിൽ വന്ന ഈശോയെ, ഞാനും എൻ്റെ ഭർത്താവുമായിട്ട് ഒന്നാകുമ്പോൾ എൻ്റെ ഉള്ളിൽ വന്ന ഈശോയെ എൻ്റെ ഭർത്താവിൻ്റെ ഉള്ളിലേക്ക് ചെല്ലണമേ. അങ്ങനെ പ്രാർത്ഥിക്കുക. ഈ ധ്യാനം നടക്കുന്നൊരു മെയ് മാസമാണ്. മെയ് മാസം കഴിഞ്ഞ് ജൂണിൽ ഞാൻ ട്രാൻസ്ഫറായി. ഞാൻ പോട്ടയിൽ നിന്ന് ഡിവൈനിലേക്ക് വരുന്നു. ജൂലൈ മാസം ആദ്യ ആഴ്ചയിൽ ഡിവൈനിൽ ഒരു ധ്യാനം കഴിഞ്ഞ് ഒരു മനുഷ്യൻ എന്നെ കാണാൻ വരുന്നു. അച്ഛോ, അച്ഛനല്ലേ വർഗീസ് അച്ഛൻ? ഞാൻ പറഞ്ഞു, അതെ. എൻ്റെ ഭാര്യ പറഞ്ഞു, അച്ഛനെ ഒന്ന് കണ്ടിട്ടേ വരാവുള്ളൂ. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ വീട് എവിടെയാ? ഇന്ന സ്ഥലത്താണ്. മെയ് മാസം പോപ്പുലർ മിഷൻ ധ്യാനം നടന്നു. ഞാൻ പറഞ്ഞു, ഞാൻ നടത്തിയത്? ഞാൻ വന്നില്ല. അതല്ല അച്ഛാ പ്രശ്നം. പോപ്പുലർ മിഷൻ ധ്യാനം കഴിഞ്ഞു. പിന്നെ 1 മാസം കഴിഞ്ഞപ്പോൾ തൊട്ട്, ഒരു ജൂൺ മാസം ആയപ്പോൾ തൊട്ട് എനിക്ക് കുർബാനയ്ക്ക് പോകണം, പള്ളിയിൽ പോകണം എന്നൊറ്റ ആഗ്രഹമേ ഉള്ളൂ. പക്ഷേ ഭാര്യയോട് പറയാൻ, നാട്ടുകാരുടെ മുമ്പിൽ നടക്കാൻ നാണം. കാരണം ഇത്രയും നാൾ പള്ളി എതിർത്തുകൊണ്ടിരുന്നതാ, പിന്നെ അങ്ങനെ പള്ളിയിൽ പോകും. അപ്പം ഞാൻ അവസാനം ഗതി കെട്ട്, എനിക്ക് ഉറക്കമില്ല, പള്ളിയിൽ പോകണമെന്ന് വെച്ച ചിന്ത. ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു. അവൾ പറഞ്ഞു, നിങ്ങൾ എൻ്റെ കൂടെ കുർബാനയ്ക്ക് പോവാ. അവളുടെ കൂടെ കുർബാനയ്ക്ക് പോയി. അല്ലച്ചാ, എനിക്ക് എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകണം. അപ്പോൾ അവൾ പറഞ്ഞു, നിങ്ങൾ ആദ്യം പോയൊരു ധ്യാനം കൂട്, എന്നിട്ട് അവിടെ വർഗീസ് എന്ന് പറഞ്ഞ അച്ഛനുണ്ട്, ആ അച്ഛൻ അന്വേഷിക്കുക. അങ്ങനെ എന്നെ അന്വേഷിച്ച് വന്നിരിക്കുക. അപ്പം ഞാൻ പറഞ്ഞു, ഇപ്പം എന്താ പ്രശ്നം? അല്ലച്ചാ, എനിക്ക് പള്ളിയിൽ പോകണമെന്ന് ഒറ്റ ചിന്തയേ ഉള്ളൂ. എനിക്ക് അറിയാൻ പാടില്ല, ഈ കഴിഞ്ഞ മെയ് മാസം വരെ പള്ളിയിൽ പോകണ്ട പള്ളിയിൽ നിന്ന് കേൾക്കുമ്പോൾ തന്നെ തെറിയായിരുന്നു. ഞാൻ പറഞ്ഞു, എൻ്റെ ചേട്ടാ, പള്ളിയിൽ പോകുന്നത് ഇത്ര വലിയ തെറ്റൊന്നുമല്ല. അതല്ലച്ചാ പ്രശ്നം. എൻ്റെ ഭാര്യ എനിക്കെന്തോ കൈവശം തന്നിട്ടുണ്ട്. 14 വർഷം ഈ ഭാര്യ ഈ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിച്ചു. പക്ഷേ ഇനി നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാലഘട്ടമുണ്ട്. പ്രാർത്ഥിക്കാത്തതിൻ്റെ പ്രശ്നമല്ല, എനിക്കെൻ്റെ ദാമ്പത്യ ജീവിതത്തിൽ എങ്ങനെ യേശുവിനെ കൊടുക്കാൻ പറ്റും, എനിക്കെൻ്റെ മക്കൾക്ക് എങ്ങനെ യേശുവിനെ കൊടുക്കാൻ പറ്റും. ഈ ഭാര്യ, അതാണ് സഭ പറഞ്ഞത്, നിങ്ങൾ ഇനി 2 അല്ല. ഇന്ന് രാവിലെയും നിങ്ങൾ ധ്യാനിച്ചു, നിങ്ങൾ ഒരുക്കി, ഇനി ഞങ്ങൾ 2 അല്ല 1.
എന്ന് പറയുമ്പോൾ ഇനി നീ യേശുവിനെ കൊടുക്കുന്ന വ്യക്തിയാകണം. നീ ഇനി കുറ്റം പറയണ്ട, ഞാൻ സ്നേഹം കൊടുക്കുന്ന വ്യക്തിയായിട്ട് മാറുക. അവിടെ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കും. അങ്ങനെ യേശുവിനെ കൊടുക്കുന്നൊരു വ്യക്തിയായിട്ട് നമ്മുടെ ഇടവകയിൽ നമ്മളുടെ വേദനിപ്പിക്കുന്നവർക്ക് യേശുവിനെ എനിക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റും, എനിക്കെങ്ങനെ സ്നേഹം കൊടുക്കാൻ പറ്റും, അത്രയും ചിന്തിച്ചാൽ മതി പ്രിയപ്പെട്ടവരെ. രക്ഷ താനെ വന്നുകൊള്ളും. എനിക്കെങ്ങനെ യേശുവിനെ കൊടുക്കാൻ പറ്റും, ഇത്രയും ചിന്തിച്ചാൽ മതി. പരിശുദ്ധാമ്മ അങ്ങനെ ചിന്തിച്ചപ്പോൾ, എനിക്ക് യേശുവിനെ കൊടുക്കാൻ പറ്റുമോ എന്ന് ചിന്തിച്ചപ്പോൾ ലോകം രക്ഷകനെ കണ്ടു. നമ്മൾ യേശുവിനെ കൊടുക്കുന്ന വ്യക്തിയായിട്ട് മാറുക. ആത്മാവാമഗ്നിനാളം അപ്പസ്തോലഗണത്തിന്മേൽ ആവസിച്ചതുപോൽ വിശ്വാസികളുടെ കൂട്ടായ്മയിലും ആവസിക്കണമേ. ആത്മാവാമഗ്നിനാളം അപ്പസ്തോലഗണത്തിന്മേൽ ആവസിച്ചതുപോൽ വിശ്വാസികളുടെ കൂട്ടായ്മയിലും ആവസിക്കണമേ. ആത്മാവേ ജീവാത്മാവേ ഞങ്ങളിൽ വന്നു വസിക്കണമേ. ആത്മാവേ ജീവാത്മാവേ ഞങ്ങളിൽ വന്നു വസിക്കണമേ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. എൻ്റെ പേര് ലില്ലി ജോസഫ്, തേക്കൻകാട്ടിൽ ഹൗസ്, അഗളി ഫാത്തിമ മാതാ പള്ളിയിലെ 40 വർഷ ഇടവക അംഗമാണ്. ഞങ്ങൾ ജനിച്ചു വളർന്നത് സർവാണി എസ്റ്റേറ്റ്, ഷോലയിരുന്ന് പോകുന്ന നിങ്ങൾക്ക് അങ്ങനെ പറഞ്ഞാൽ അറിയുമെന്നറിയില്ല. സർവാണി എസ്റ്റേറ്റ്, അവിടുത്തെ എൻ്റെ അപ്പൻ 45 ഇവിടെ ജോലിക്ക് വന്നാണ്. എസ്റ്റേറ്റിലെ സൂപ്രണ്ടായിട്ട് കാപ്പി തേയിലത്തോട്ടം, തേയില എല്ലാം ഉണ്ട്. ഈ നാടൊക്കെ വെറും വനവും റോഡും വഴിയൊന്നും ഇല്ലാതെ ഞങ്ങൾക്കൊക്കെ പോകണമെങ്കിൽ, ഞങ്ങൾക്ക് പ്രസവിക്കാൻ തന്നെ പോകണമെങ്കിൽ കുറവമ്പാടിയിൽ ഞങ്ങൾ താമസിച്ച്, അവിടുന്ന് ഞങ്ങൾക്ക് ആനകെട്ടി വരെ നടക്കണം, അല്ലെ കാളവണ്ടിയിൽ കയറണം. മണിക്കൂറുകളൊന്നും പറയത്തില്ല. എന്നാൽ രാവിലെ ഇറങ്ങിയാൽ വൈകിട്ടത്തേക്ക് എത്തുമായിരിക്കും. ആനകെട്ടി 3 മണിക്കൂർ കൊണ്ടും നടക്കാൻ പറ്റില്ല. ഇരുന്നും കിടന്നും ഭക്ഷണങ്ങളൊക്കെ പൊതികെട്ടി ഇടകളിൽ വന്ന് കഴിച്ച് അങ്ങനെയൊക്കെയാണ്. എൻ്റെ പേര് ജോസഫ് തേക്കൻകാട്ടിൽ. എൻ്റെ 24ാമത്തെ വയസ്സിൽ അട്ടപ്പാടി വന്നു. 16 വർഷം ഞാൻ ജോലി ചെയ്ത് സർവീസും പണ്ടുമൊക്കെ വായിച്ച് കുറേ സ്ഥലം വായിച്ച് സ്വന്തമായിട്ട് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ 3 മക്കളെ, മൂത്തയാളെ ആൺകുട്ടി, അതിൻ്റെ ഇളയത് പെൺകുട്ടി മാർട്ടിൻ, നിഷ, ജിഷി.
നിഷ ഇറ്റലിയിൽ ജോലി ചെയ്യുന്നു, ഭർത്താവും. ജിഷി പാലക്കാട് വിക്ടോറിയ കോളേജ് ജോലി ചെയ്യുന്നു. മകൻ ഒരു എസ്റ്റേറ്റ് നോക്കിക്കൊണ്ടിരിക്കുന്നു മാനേജരായിട്ട്. എൻ്റെ പേര് ക്രിസ്റ്റീന മാത്യു. ഞങ്ങൾ പാലക്കാട് രൂപതയിലെ അഗളി ഫാത്തിമ മാതാ തീർത്ഥാടന കേന്ദ്രത്തിലെ യുവജനങ്ങളാണ്. കഴിഞ്ഞ 5-6 ദിവസമായിട്ട് ഇടവകയിൽ നടന്ന പോപ്പുലർ മിഷൻ ധ്യാനം ഞങ്ങൾക്ക് വലിയൊരു അനുഭവമായിരുന്നു. സാധാരണ ഇടവകയിൽ നടക്കുന്ന ഒരു വാർഷിക ധ്യാനത്തെക്കാളും വ്യത്യസ്തമായിട്ടുള്ള പ്രാർത്ഥനകളും ശുശ്രൂഷകളും ഒക്കെ ഞങ്ങൾക്ക് പുതിയൊരു അനുഭവമായിരുന്നു. കഴിഞ്ഞ 1 വർഷക്കാലമായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങുകയായിരുന്നു ഞങ്ങൾ ഈ പോപ്പുലർ മിഷൻ ധ്യാനത്തിന് വേണ്ടിയിട്ട്. ഈ ധ്യാനം ഇടവകയിൽ നടത്താനായിട്ട് ഇതിനു വേണ്ടി പരിശ്രമിച്ച ഞങ്ങളുടെ ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ ഫാദർ മാർട്ടിൻ ഏറ്റുമാനൂക്കാരൻ അച്ഛനും ധ്യാനത്തിന് നേതൃത്വം നൽകിയ എല്ലാ വിൻസെൻഷ്യൻ വൈദികർക്കും ഞങ്ങളുടെ പേരിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ നന്ദി അറിയിക്കും. എൻ്റെ പേര് ഹെന്ന. ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനൊരു ധ്യാനം കൂടുന്നത്. ഇതിലൊരു മരണാനന്തര ശുശ്രൂഷ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥ എന്താണ് അങ്ങനെയൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അച്ഛൻ. പിന്നെ യുവജനങ്ങളായ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് മുമ്പോട്ടുള്ള ജീവിതം നയിക്കേണ്ടത് എന്ന് പറഞ്ഞു തന്നു. ലഹരിയുടെ ഉപയോഗം, പിന്നെ ഫോണുമായിട്ടുള്ള അടിമത്തം, അങ്ങനെ പല കാര്യങ്ങളെക്കുറിച്ച് അച്ഛൻ സംസാരിച്ചു. പിന്നെ വിശുദ്ധ ബലിയിൽ എങ്ങനെ സംബന്ധിക്കണം, വിശുദ്ധമായിട്ട് എങ്ങനെ സംബന്ധിക്കണം എന്ന് പറഞ്ഞു തന്നു. പിന്നെ ജീവിതത്തിൽ ദൈവവചനത്തിനുള്ള പ്രാധാന്യം എന്താണെന്ന് പറഞ്ഞു. ഇത്രയൊക്കെയാണ് എനിക്ക് ഈ ധ്യാനത്തിലൂടെ മനസ്സിലായത്. ഞാൻ സിസ്റ്റർ ആൻസലിൻ, ഈ ഇടവകയുടെ കീഴിലുള്ള കോൺവെൻറ്റിലെ അംഗമാണ്. ഞാനിവിടെ വിശ്വാസ പരിശീലനത്തിൻ്റെ പ്രധാന അധ്യാപികയായി സേവനമനുഷ്ഠിക്കുകയാണ്. ഞാൻ ആദ്യമായിട്ടാണ് പോപ്പുലർ മിഷൻ ധ്യാനം കൂടുന്നത്. ഈ ഇടവകയിൽ എൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്. ഈ ഒരു പ്രദേശത്തുള്ള എല്ലാ ഇടവകകളും എനിക്കൊരുവിധം പരിചയമാണ്. ഈ ധ്യാനത്തിൽ പ്രത്യേകമായിട്ടുണ്ടായ ഒരു അനുഭവം ക്രിസ്തു അനുഭവം. അതായത് എല്ലാ തലത്തിലും മാതാപിതാക്കൾ ഇവിടെ ഒരുമിച്ച് കൂടുന്നു, കുടുംബ വിശുദ്ധീകരണം, യുവജനങ്ങളുടെ കൂട്ടായ്മ, കുഞ്ഞു കുട്ടികളുടെ കൂട്ടായ്മ, സന്യാസമൂഹം, എല്ലാവരും കൂടിയുള്ള ഈ ദിവസങ്ങളിലെ ഒരു ഒത്തൊരുമ, ഈ പള്ളി നിറച്ചും ജനം ഇടതിങ്ങി ഉള്ള ഒരു ശുശ്രൂഷ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അത് പ്രത്യേകമായിട്ടൊരു അനുഭവമായിരുന്നു. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഇടവക വികാരിയും അതുപോലെ ധ്യാനത്തിന് നേതൃത്വം നൽകിയ വൈദികരും ഓരോ വീട്ടിലും കയറി ഇറങ്ങി ഇടവാംഗങ്ങളെ കാണുകയും അവരോട് സംസാരിക്കുകയും അവരെ ഈ ധ്യാനത്തിലേക്ക് ഒരുക്കി കൊണ്ടുവരികയും ചെയ്തു. ഓരോ ദിവസവും പ്രത്യേക അനുഭവത്തിലൂടെ അവർ കടന്നു പോയതുകൊണ്ടാണ് ഓരോ ദിവസവും ആളുകളുടെ എണ്ണം കൂടിക്കൂടി വരികയും അവർ പ്രത്യേകമായ ഒരു അനുഭവവും ഒരു വിശുദ്ധീകരണവും ഒരു സന്തോഷവും ഒക്കെ അവർക്ക് അനുഭവപ്പെടുവാനായിട്ട് അവർക്ക് സാധിച്ചു. അത് ആ സന്തോഷം അവർ പുറത്തിറങ്ങി അത് പങ്കുവെക്കുകയും ചെയ്തു.